പൊരുത്തങ്ങളിൽ ഏറ്റവും ദുരിതമായിട്ടുള്ളതാണ് രജ്ജുദോഷവും വേദവും. അതിന് പൊരുത്ത ദോഷങ്ങൾ എന്നാ പറയും. 10 പൊരുത്തങ്ങളില്ല, ആക്ച്വലി 8 പൊരുത്തങ്ങളും 2 പൊരുത്ത ദോഷങ്ങളാണ്. വേദവും മധ്യമരജ്ജുവും. മധ്യമരജ്ജുവും വേദവും ഇല്ലെങ്കിൽ മാത്രമേ ആ ഗ്രഹസ്ഥിതി കൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുള്ളൂ. ശരി, എവിടെ നോക്കിയാലും പൊരുത്തമാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ഈ പൊരുത്തം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പൊരുത്തം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, പൊരുത്തത്തിന് സാദൃശ്യം കാണുക എന്നാണ് ആ വാക്ക് കറക്റ്റ്. സാദൃശ്യം കാണുക, അതായത് ഓരോരുത്തരുടെ ജാതകത്തിലുള്ളതായ ഗ്രഹസ്ഥിതി വെച്ചിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ വിവാഹത്തിനാണ്. 2 വ്യത്യസ്തങ്ങളായ വ്യക്തികളാണ്, എവിടേക്കോ ജീവിച്ച ആൾക്കാരായിരിക്കും അല്ലേ. 2 അച്ഛനും അല്ലെങ്കിൽ കുട്ടികൾ ഒരു സ്ഥലത്തുള്ള ആളായിരിക്കില്ല സാധാരണഗതിയിൽ പുരുഷന്മാർ. കാലത്തിന് മാറ്റം വന്ന പ്രകാരം പലതും സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 2 കുട്ടികളുടെ, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഗ്രഹസ്ഥിതികൾ നമ്മൾ പരിശോധിച്ച് അതിൽ വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പൊരുത്തങ്ങൾ ഏറ്റവും പ്രാധാന്യമായിട്ട് അതിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ജാതകത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ പറയുന്നു, ഒരാൾക്ക് എന്തെല്ലാം ദോഷങ്ങൾ പറയുന്നു. നമ്മുടെ കേരളത്തിൽ അസംഖ്യമായിട്ട് തന്നെ പറയാവുന്ന തരത്തിൽ പൊരുത്തങ്ങളുണ്ട്. എന്നാലും പൊതുവെടുക്കുന്നത് 8 പൊരുത്തങ്ങളും 2 പൊരുത്ത ദോഷങ്ങളും ഒരു പാപസാമ്യവും പിന്നെ ഒരു ദശാസന്ധി എന്ന് പറഞ്ഞ വേറൊരു സംഗതിയാണ്. ഇത് 3ആണ് പൊതുവെ ഉപയോഗിക്കുക. അല്ലാത്തൊരു പൊരുത്തമുണ്ട്, ഗൂഢഭേദേനെ. അഗൂഢമായിട്ടും ഗൂഢമായിട്ടുമുള്ള വേറെ പൊരുത്തങ്ങളുണ്ട്. അതിൽ അഗൂഢമായിട്ട് പൊരുത്തങ്ങളാണ് ഈ 12 ഗൂഢപ്പൊരുത്തങ്ങളിൽ വേറെയുണ്ട്. അതിപ്പോൾ പ്രാക്ടിക്കലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ദൃഷ്ടർ മനസ്ഥിതാരേഖ ദേഹസ്ഥാനാഭിജാത്യകം വിദ്യാ വിനയസമ്പത്തും എന്നുള്ളൊരു പ്രമാണമുണ്ട്. അതിൽ പറയുന്നത് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചുള്ള ആളെ കണ്ടെത്തുന്നത്. അതിൽ ദൃഷ്ടിപ്പൊരുത്തം എന്നുള്ള വിഷയമുണ്ട്. ഇപ്പോൾ സാധാരണ നടക്കുന്ന വിഷയങ്ങൾ ദൃഷ്ടിപ്പൊരുത്തത്തിലേക്കാണ് വരുന്നത്. ദൃഷ്ടി, പിന്നെ മനപ്പൊരുത്തം, കൈരേഖാപ്പൊരുത്തം, സ്ഥാനാഭിജാത്യങ്ങൾ, ഓരോ തറവാട്ടിനുള്ളതായ മഹത്വങ്ങൾ അത് ബന്ധിപ്പിക്കും. പിന്നെ വിദ്യാസംബന്ധമായ കാര്യങ്ങൾ, അങ്ങനെ അതിലുള്ളതായ ബാലൻസുകളൊക്കെ നോക്കുന്നതാണ് ഒരു വിഭാഗം. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് രാശിപ്പൊരുത്തം, രാശ്യാധിപ എന്നുള്ള പ്രമാണത്തിലാണ്. രാശ്യാധിപ വശഗണ പ്രശസ്ത എന്ന് തുടങ്ങുന്നതായ പ്രമാണത്തിൽ പ്രകാരം ചെയ്യും. അതിലുള്ളത് രാശിപ്പൊരുത്തം എന്താണ്? സ്ത്രീയുടെ കൂറിൽ നിന്നും 2ാമത്തെ കൂറ് 3ാമത്തെ കൂറ് അങ്ങനെ ഉപയോഗിച്ചു എന്നാണ് നിയമം പറയാം. 7 കൂറ് വരെ സ്ത്രീയുടെ രാശിയിൽ നിന്നും 7ാമത്തെ കൂറ്, അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി നക്ഷത്രം അശ്വതി ആണെങ്കിൽ അതിൻ്റെ 7ാമത്തെ രാശി എന്നുള്ളത് തുലാം രാശി. ആ തുലാം രാശിയിൽ ഒരു നക്ഷത്രമാണെങ്കിൽ ആ നക്ഷത്രം പൊതുവെ ഗുണകരമായിരിക്കും. അതിനകത്ത് തന്നെ ഒരു 180 ഡിഗ്രി 180 ഡിഗ്രിയാണ് പറയുന്നത്. അപ്പോൾ ഒരു 180 ഡിഗ്രിക്ക് നിൽക്കുകയാണെങ്കിൽ അതിന് സമസപ്തമയോഗം എന്നൊരു യോഗമാണ്. സംപ്രീതി സമസപ്തമി എന്നാണ്. സമസപ്തമയോഗം ഉണ്ടെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ അവിടെ നമുക്ക് ഒഴിവാക്കി കിട്ടും. പൊരുത്തങ്ങളിൽ ഏറ്റവും ദുരിതമായിട്ടുള്ളതാണ് രജ്ജുദോഷവും വേദവും. അതിന് പൊരുത്ത ദോഷങ്ങൾ എന്നാണ് പറയുക. 10 പൊരുത്തങ്ങളില്ല, ആക്ച്വലി 8 പൊരുത്തങ്ങളും 2 പൊരുത്ത ദോഷങ്ങളാണ്. വേദവും മധ്യമരജ്ജുവും. അപ്പോൾ മധ്യമരജ്ജുവും വേദവും ഇല്ലെങ്കിൽ മാത്രമേ ആ ഗ്രഹസ്ഥിതി കൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുള്ളൂ. 3 സ്റ്റേജിലായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നക്ഷത്ര പൊരുത്തങ്ങൾ അടിസ്ഥാനമാക്കി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതായ രാശ്യാധിപ വശ്യ എന്നുള്ള ക്രമത്തിൽ എടുക്കും. അത് ഒരുമാതിരി ഗുണത്തിലാണെങ്കിൽ, അതായത് വേദദോഷവും മധ്യമരജ്ജുവും ഇല്ലാതെ ബാക്കിയുള്ള 8 മെജോറിറ്റി കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ നക്ഷത്രപ്പൊരുത്തങ്ങൾ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ അല്പവും കൂടി പ്രാധാന്യവും അതിനേക്കാൾ അല്പവും കൂടി പ്രാക്ടിക്കലായിട്ടും ചെയ്യേണ്ടുന്ന ഭാഗമാണ് പാപസാമ്യം ചിന്തിക്കുക എന്ന് പറയും. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയം. ചൊവ്വാദോഷം എന്നുള്ളതിന് ഓരോ ഘടനയിലും ഓരോ രാശിയിലും ഗ്രഹസ്ഥിതിയിലും ഉള്ളതായ ഗ്രഹങ്ങളുടെ നന്മയും തിന്മയും ഡീറ്റെയിൽ ചെയ്യണം. അത് ചൊവ്വ എന്നുള്ള ഗ്രഹം പാപഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ചൊവ്വയ്ക്ക് പ്രാധാന്യം വരിക. ചൊവ്വ മാത്രമല്ല, ചൊവ്വ, രാഹു, സൂര്യൻ, ശനി, ഈ 4 ഗ്രഹങ്ങളും പാപഗ്രഹങ്ങൾ തന്നെയാണ്. ഇവിടെ കോമൺ ആയിട്ട് വിഷയമുണ്ട്. അതായത് ഒരു ഗ്രഹനിലയിൽ ഏതേത് ഭാവത്തിലാണോ
പാപഗ്രഹങ്ങൾ നിൽക്കുന്നത്, ആ ഭാവത്തിലെല്ലാം ദുരിതം പറയണം. ബേസിക് തിയറിയാണ് അസ്ട്രോളജിയിൽ. രാശിയിൽ അല്ലെങ്കിൽ പ്രശ്നത്തിലായാലും എവിടെയായാലും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ പാപസ്വാമി ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങടെ പോകുന്നത്. അപ്പോൾ അതിൽ ഏതേത് ഭാവത്തിലാണോ പാപഗ്രഹങ്ങളുടെ സ്ഥിതി ഉള്ളത് ആ ഭാവത്തിന് ദോഷം ഫസ്റ്റ് റൗണ്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ചൊവ്വ, രാഹു, ശനി, സൂര്യൻ, കേതു ഇവരൊക്കെ പാപഗ്രഹങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഏത് ഭാവത്തിലാണോ പാപഗ്രഹങ്ങൾ സ്ഥിതി വരുന്നത്, ആ പെൺകുട്ടിയുടെ ജാതകത്തിൽ 5ാമത്തെ ഭാവത്തിലാണ് പാപഗ്രഹം ഉണ്ടെങ്കിൽ അത് സന്താനങ്ങളെക്കുറിച്ചുള്ള ദുരിതമാണെന്നും, 8ാം ഭാവത്തിലാണെങ്കിൽ 8ാം ഭാവം ചിന്തിക്കുന്നത് ആ പെൺകുട്ടിയുടെ ആയുസ് മാത്രമല്ല, അവർ കളത്ര 7ാം ഭർത്താവിൻ്റെ ആയുസിനെ ചിന്തിക്കുന്ന ഭാവം. അപ്പോൾ ഓരോ ഭാവത്തിനും ആചാര്യം കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങളിൽ പാപഗ്രഹസ്ഥിതിയാണെങ്കിൽ ആ ഭാവത്തിന് ദോഷം വരും. അതിനെ ബാലൻസ് ചെയ്യണം, അതിന് ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണം. പരിഹാരം മീൻസ് എങ്ങനെ, അതിന് തത്തുല്യമായ രീതിയിൽ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വേണം പുരുഷൻ്റെ ജാതകം ചേർക്കാൻ. അവിടെയാണ് ശശാങ്ക ശാരദീയത്തിലൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമുള്ളവരും ധാരാളം ദേഷ്യമുള്ള ജാതകക്കാരനും ദേഷ്യം കുറഞ്ഞ സ്ത്രീയും അങ്ങനെ പറിച്ചു. അങ്ങനെ ബാലൻസ് ചെയ്ത് നിങ്ങൾ ഈ പൊരുത്തങ്ങൾ നോക്കാൻ വേണ്ടി പറയാം. ശരിക്കും അതാണ് നല്ലത്. പക്ഷെ പല സന്ദർഭങ്ങളിലും നമുക്കിത് പറ്റിയെന്ന് വരില്ല. കാരണം ഈ കാലഘടന പ്രകാരം നമ്മൾ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ അതൊന്നും നമുക്ക് 100% പെർഫെക്റ്റ് ആക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ അതിന് മാക്സിമം നല്ലത് പറയും, മാക്സിമം നമ്മൾ ചേർത്ത് കൊടുക്കും. പക്ഷെ ഏത് ഭാവത്തിലാണ് ദോഷം, ആ ദോഷത്തിന് വ്യക്തമായ പരിഹാരം ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ ഞാനൊക്കെ അത് പെർമിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ വരുന്നവരായെന്ന് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കേസാണ് ജോത്സരെ, ഇത് നല്ല കൂട്ടരാ. അപ്പൊ ഈ കൂട്ടിച്ചേർക്കണ പരിപാടിയൊക്കെ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ആചാര്യൻ പറയുന്ന രീതിയിൽ നമ്മൾ അതിന് വേണ്ടത് എന്താണോ അവരാവശ്യപ്പെടുന്നത് അത് നമ്മൾ എഴുതി കൊടുക്കും. എൻ്റെ പേപ്പറിൽ ഞാൻ തന്നെ എഴുതി കൊടുക്കും. ഞാൻ കണ്ട വശങ്ങളും എല്ലാം ഞാൻ എഴുതി കൊടുക്കും. അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യും, അത് അവരുടെ പോഷണം, നമ്മൾ ബാധിക്കുന്നത്. അപ്പൊ ഈ പൊരുത്തം നോക്കിയിട്ടും കല്യാണം കഴിച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും പിന്നീട് പിരിയുന്നത്? വ്യക്തമായിട്ട് ജാതകങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നല്ല ശതമാനം വരെ ബാലൻസ് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾക്ക് ചെയ്യാം. ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അവിടെ ഒരു ചെറിയ പ്രാധാന്യം വരാവുന്ന വേറെ ഘടകമാണ് മുഹൂർത്തങ്ങൾ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളിൽ നടത്തുക എന്നുള്ളതാണ്. ഓരോ ഘട്ടമാണ്. കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന സമയത്തുള്ള ഒരു മുഹൂർത്തം, പിന്നെ ഉപനയനത്തിന് വേറെ മുഹൂർത്തം, ഓരോ പ്രായത്തിലുള്ള മുഹൂർത്തം. അങ്ങനെ വരുമ്പോൾ വിവാഹത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജാതകം നല്ല സമയത്താണെങ്കിൽ നമുക്കതിന് ഒന്നും കൂടി ഗുണം കിട്ടും. അവിടെ സാധാരണഗതിയിലുള്ളതായൊരു വിഷയം വരുന്നത് ക്ഷേത്രത്തിലൊക്കെ വിവാഹം നടത്തുമല്ലോ, അപ്പോഴും നമ്മൾ മുഹൂർത്തം നോക്കി ചെയ്യണം നല്ലതാണ്. ക്ഷേത്രത്തിൽ ഭഗവാൻ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ നല്ല സമയത്ത് പ്രകൃതി നിശ്ചയിക്കുന്ന സമയമാണ്, പ്രകൃതി പ്ലാൻ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഓരോ മുഹൂർത്തങ്ങൾക്ക് പറയുന്ന സമയത്തിലേക്ക് കൂടി അത് ബന്ധിപ്പിക്കണം. അപ്പോൾ പൊരുത്ത വിഷയങ്ങളിൽ നമ്മൾ ഏത് വിഷയമാണ് അവർക്ക് പോരായി ഉള്ളതെന്നും ഏത് വിഷയത്തിലാണ് ആ സ്ത്രീ ജാതകത്തിലുള്ളതായ കൂടുതലുള്ളതെന്നും ഒക്കെ നമ്മൾ കണ്ടെത്തണം. കാരണം ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ഒരു എക്സാമ്പിളായിട്ട് പറയും, 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കാമെന്നൊരു യോഗമുണ്ട്. 7ാം ഭാവത്തിൽ പുരുഷന്മാരുടെ ജാതകത്തിൽ ശുക്രനൊക്കെ നിൽക്കുന്നത് നല്ലതല്ല. അവരുടെ വിവാഹ ജീവിതങ്ങൾക്കൊക്കെ വേണ്ടത്ര ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അത് ചോദ്യമല്ലേ. അവർ ജനിച്ചപ്പോൾ ജാതകത്തിൽ 7ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് പോയി ജനസമയം കൊണ്ട്. അപ്പോൾ അതിന് നമ്മൾ കണ്ടെത്താവുന്ന പരിഹാരം, 2ൽ വ്യാഴമുള്ള സ്ത്രീകൾ, ഒരു എക്സാമ്പിൾ പറയുന്നത്, 2ൽ വ്യാഴമുള്ള പെൺകുട്ടിയാണെങ്കിൽ അതിനൊരു പരിധിവരെ മാച്ചിങ് ആണ്. കാരണം 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സ്ത്രീക്ക് മൗഢ്യമില്ലാതെ, അതൊക്കെ അടുത്തടുത്ത പോയിന്റുകളാണ്, മൗഢ്യമില്ലാതെ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സ്ത്രീക്ക് നല്ല കുടുംബം ഉണ്ടാവുന്നൊരു ആചാര്യന് ഒരു ഇതുണ്ട്, നല്ല കുടുംബം ഉണ്ടാവാൻ യോഗമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ആ ശുക്രനുള്ള അയാളുടെ ഒരു ചെറിയൊരു അംശം ദോഷം ഈ കുട്ടിയെ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും.
ഈ പൊരുത്തം നോക്കുമ്പോൾ നമ്മൾക്ക് അതിനുള്ള അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.